മോഹൻ ഭാഗവത് ആർ എസ് എസിൻ്റെ സർസംഘചാലകാണ്. സ്വാഭാവികമായും ആർ എസ് എസിൻ്റെ കാര്യങ്ങളല്ലേ പറയുള്ളൂ. ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത്, നമ്മളിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്ത് എന്താണ്? സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റാണ് എന്ന് മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്താണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സകല പ്രക്ഷോഭത്തിൻ്റെയും മുന്നണിയിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഡൽഹിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വ ഹിന്ദു പരിഷത്താണ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അശോക് സിംഗാളാണ് അതിന്റെ മുഖം എന്ന് പറയുന്നത്. പിന്നീട് അത് ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വരാൻ വേണ്ടി ആ വിഷയം ഒരു പ്രത്യയശാസ്ത്ര വിഷയമായി ഉയർത്തിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വി എച്ച് പിയെ ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തേണ്ടതില്ല. വി എച്ച് പി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട സൃഷ്ടിച്ചു കൊടുക്കുന്ന സംഘപരിവാറിലെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ട്, നോക്ക്, ഇതിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകണം എന്ന് വിചാരിക്കുകയാണ്. അതായത് ബി ജെ പിയേക്കാൾ വലിയ കൾട്ടായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു. നോക്ക്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ മതി അവർക്ക് എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷേ ഇന്ന് ഞാൻ രാജ്ദീപ് സർദേശായിക്ക് പ്രശാന്ത് കിഷോർ നൽകിയിട്ടുള്ളൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് പുതിയ വോട്ടുകൾ ബി ജെ പിക്ക് സമ്മാനിക്കാൻ പോകുന്നില്ല. ഒരു അഭിപ്രായമായിട്ട് കണക്കാക്കിയത് കേട്ടോ. പുതിയ വോട്ടുകൾ ബി ജെ പിക്ക് സമ്മാനിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരെ വല്ലാത്ത രീതിയിൽ എൻത്യൂസിയിച്ചിട്ടുണ്ട്, അവരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം തർക്കം പറയുന്നില്ല. നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് രാമൻ മാത്രമാകാതെ ചെയ്യുന്നത് എന്നുള്ളത് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഹിന്ദു എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലല്ലോ. അത് ഓരോ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ ഭാഷ സംസാരിക്കുന്ന ഹിന്ദു മതവിശ്വാസികളെയും ഒരൊറ്റ മാലയിൽ കൊരുക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വോട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരൊറ്റ മാലയിലൊന്നും ഹിന്ദുവിനെ എല്ലാം ഒരുമിച്ച് ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ വോട്ട് ചെയ്യുമ്പോൾ 80-20 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലാണ് ബി ജെ പി വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷകളിലും സംസാരിക്കുന്നവരെ ഇപ്രാവശ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു കൊണ്ടുവരണം ബി ജെ പിയെ സംബന്ധിച്ച്. എന്താണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് 2024 ബി ജെ പി ജയിച്ച് കഴിയുകയാണ് എങ്കിൽ ഒരു ഭരണഘടനാ ഭേദഗതിക്കുള്ള, അത് ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്, ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കുകയാണ് എങ്കിൽ പുടിൻ്റെ തെരഞ്ഞെടുപ്പായിരിക്കും ഇന്ത്യയിൽ നടക്കുക പിൽക്കാലത്ത് എന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ 2024 ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റാണ്. ആ നിലയിലുള്ള മുദ്രാവാക്യം അവർ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അബ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യമാണ് ബി ജെ പി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ആവശ്യം എന്നുള്ളത് വളരെ വ്യക്തമായി ഇതിനകം തന്നെ പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ചർച്ചകളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അയോധ്യ മാത്രം മതിയാവില്ല എന്നുകൊണ്ടാണ് നിതീഷ് കുമാറിനെ കൂടെ കൂട്ടുന്നത്. അത് മറ്റൊരു രാഷ്ട്രീയമാണല്ലോ. അല്ല, മാത്രമല്ല നാളെ ഈ എക്കണോമിക് സർവേ ഇതുവരെ വന്നിട്ടില്ല. എക്കണോമിക് സർവേ ഇല്ല. എക്കണോമിക് സർവേ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, പാർലമെന്റിൽ എക്കണോമിക് സർവേക്ക് പകരം എക്കണോമിക് റിവ്യൂ അല്ല, പകരം എന്താ ചെയ്തിരിക്കുന്നത്? എക്കണോമിക് റിവ്യൂ 5 ദിവസങ്ങൾക്ക് മുമ്പ് 4 ദിവസങ്ങൾക്ക് മുമ്പ് സിഇഒ എവിടെ വെച്ചു? എക്കണോമിക് റിവ്യൂ പാർലമെന്റിൽ വെക്കേണ്ടതാണ് ഈ സർവേ റിപ്പോർട്ട്. സർവേ റിപ്പോർട്ട് ഇന്ത്യൻ ബഡ്ജറ്റ് ആയതുകൊണ്ട് വെക്കുന്നില്ല. പക്ഷേ എക്കണോമിക് റിവ്യൂ കമ്മിറ്റി പുറത്തുവിട്ടു, റിവ്യൂ റിപ്പോർട്ട് പുറത്തുവിട്ടു. ആര്? സിഇഒ, ചീഫ് എക്കണോമിക് ഓഫീസർ പുറത്തുവിട്ടിരിക്കുന്നു. എവിടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്? പൊതു ഇടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നു, നോട്ട് ഇൻ പാർലമെന്റ്. അപ്പോൾ എന്താ പ്രശ്നം? ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതേ കണ്ടന്റാണ്. നേട്ടം മാത്രമേ പ്രൊജക്ട് ചെയ്തിട്ടുള്ളൂ. 10 വർഷത്തെ നേട്ടം മാത്രം. 10 വർഷത്തെ പിന്നെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ്. സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തു വരിക ഇനി ജൂലൈ മാസത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. പല ഘട്ട അതാണ് എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ നേരത്തെ ഇടക്കാല ബജറ്റിന് മുമ്പ് എക്കണോമിക് സർവേ റിപ്പോർട്ട് കൊടുക്കും. ഇത് പുതിയ പതിവാണ്. അതാണ്
ഇതൊരു പുതിയ പതിവ് എങ്ങനെയാണ് പാർലമെന്റിൽ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് വയ്ക്കുമ്പോഴാണല്ലോ ധനസ്ഥിതിയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം കിട്ടുക. പൂർണ്ണ ബജറ്റിന്റെ മുൻപാണെന്നാണ്. നോ ഇതൊരു പുതിയ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എവിടെ ഇത് ജൂലൈയിൽ പൂർണ്ണ ബഡ്ജറ്റും സർവേ റിപ്പോർട്ടും വെക്കാമെന്ന് പറയുന്നു. പക്ഷേ നേട്ടങ്ങളുടെ റിവ്യൂ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുന്നു. അത് പാർലമെന്റിലല്ലാതെ. അതുകൂടി അവിടെ ഉണ്ട്. അവിടെ വരുമ്പോഴാണ് ഈ കണക്കുകൾ ഉണ്ടാവുന്നത്. നമ്മൾ ഈ കേട്ട കണക്കുകൾ പലതും തെറ്റാണെന്നുള്ള അടിസ്ഥാന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകളുണ്ട്. ക്ഷേത്രം കൊണ്ട് മാത്രം നിങ്ങൾക്ക് വോട്ട് സാധ്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഈ ഗ്യാൻവാബി അടക്കമുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും നമ്മൾ വലിയ ലാർജ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് മതേതരത്വത്തിനെതിരാണ്. അത് ആ ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ 2025 RSSന്റെ 100ാമത്തെ വർഷമാണ്. ആ 100ാമത്തെ വർഷം ഇന്ത്യക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ആശങ്കയോടുകൂടി മതേതര വിശ്വാസികൾ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് മാറ്റണമെങ്കിൽ എന്താണ്? സമൂഹത്തെ നിങ്ങൾ ഹൈന്ദവവൽക്കരിക്കുക. സമൂഹം ഹൈന്ദവവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് ഒരു രാഷ്ട്രത്തെ ഹൈന്ദവവൽക്കരിക്കാൻ. അതിനുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്യാൻവാബിയിലോ മധുരയിലോ ഇനി കർസേവകരുടെ ആവശ്യമില്ല. ഇനി ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് ആവശ്യമില്ലാത്ത വിധം സമൂഹത്തിൽ സ്വയം പ്രവർത്തനക്ഷമമായ ആശയമായി ഹിന്ദുത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് എൻ്റെ പോയിന്റ് ആ വിഷയത്തിൽ. Meet the editors.